ജനുവരി 30 റോമിലെ വിശുദ്ധ മാർത്തീന ഒരു ക്രിസ്ത്യൻ റോമൻ കൗൺസിലിൻ്റെ ധനികയായ മകളായിരുന്നു. അവളുടെ മാതാപിതാക്കളുടെ മരണത്തിൽ അവൾ തൻ്റെ സമ്പത്ത് ദരിദ്രർക്ക് നൽകുകയും പ്രാർത്ഥനയ്ക്കായി സ്വയം സമർപ്പിക്കുകയും ചെയ്തു. അലക്സാണ്ടർ സെവറീസ് ചക്രവർത്തിയുടെ കീഴിലുള്ള പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾക്കായില്ല. അവൾ തൻ്റെ ക്രിസ്ത്യൻ വിശ്വാസത്തിന് പരസ്യമായി സാക്ഷ്യം വഹിച്ചു. അറസ്റ്റ് ചെയ്യപ്പെടുകയും വിഗ്രഹാരാധനയിലേക്ക് മടങ്ങാൻ കൽപ്പിക്കുകയും ചെയ്തു. അവൾ വിസമ്മതിച്ചു. തുടർന്ന് അവൾ പലതരം പീഡനങ്ങൾക്ക് വിധേയയായി. വിറ്റയിലെ അവളുടെ പീഡനങ്ങളുടെ കഥകളിൽ ചമട്ടികൊണ്ടും സ്കെയിൽ ചെയ്യപ്പെടുന്നതും ഉൾപ്പെടുന്നു. ആംഫി തിയേറ്ററുകളിൽ വെച്ച് വന്യമൃഗങ്ങളാൽ വിഴുങ്ങാൻ അവളെ വിധിച്ചിരുന്നുവെങ്കിലും അത്ഭുതകരമായി അവരാൽ സ്പർശിക്കപ്പെട്ടില്ല. പിന്നീട് അവളെ കത്തുന്ന തീയിലേക്ക് വലിച്ചെറിഞ്ഞു. അതിൽ നിന്ന് അവൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഒടുവിൽ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. അവളുടെ ആരാച്ചാർമാരിൽ ചിലരും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയും സ്വയം ശിരച്ഛേദം ചെയ്യുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. പലതരത്തിലുള്ള അത്ഭുതങ്ങളിൽ അവളിൽ ആരോപിക്കപ്പെട്ടു. അവളുടെ കഥ മറ്റ് ആദ്യകാല രക്തസാക്ഷികളുടെ, പ്രത്യേകിച്ച് റോമിലെ വിശുദ്ധ പ്രിസ്കയുടെയും വിശുദ്ധ ടാറ്റിയാനയുടെയും കഥകളുമായി ലയിച്ചു. അവളെ ശിരച്ഛേദം ചെയ്തപ്പോൾ അവളുടെ ശരീരത്തിൽ നിന്ന് പാലൊഴുകി. മുലയൂട്ടുന്ന അമ്മമാരുടെ സംരക്ഷണത്തിലേക്ക് നയിച്ച ഒരു കഥയാണെന്ന് എഴുത്തുകാരിൽ ഒരാൾ അവകാശപ്പെട്ടു. അവൾ റോമിൻ്റെ രക്ഷാധികാരിയാണ്.